ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാതെ തന്നെ എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതെന്നാണ്. അപ്പോൾ ഈ വീഡിയോ അതിനെക്കുറിച്ചായിരിക്കും. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാൻ NSP റിലേറ്റഡ് കാര്യങ്ങളാണ് എൻ്റെ ചാനലിൽ പറയാറുള്ളത്. NSP അതായത് നാഷണൽ സർവീസ് പോർട്ടലിൽ എങ്ങനെയാണ് നമുക്ക് നാഷണൽ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഇക്കൊല്ലം ഞാൻ ഇടുന്നതായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇത് അയച്ചു കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ബാങ്കിൽ പോയിട്ട് ആധാറായിട്ട് സീഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഈ ആധാർ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴും ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എക്സ്ട്രാ അടിച്ചു കൊടുക്കേണ്ട ആവശ്യം NSPയുടെ പോർട്ടലിൽ വരുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കോളർഷിപ്പിന് സെലക്റ്റഡ് ആണെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴി, അതായത് DBT വഴി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് ആയിട്ടുണ്ടാവും മണി. അത് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജും വന്നിട്ടുണ്ടാകണം. ഇനി NPCI പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടലിൽ ഭാരത് ആധാർ സീഡിംഗ് എനേബിളർ ബേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സ്വയം വീട്ടിലിരുന്ന് സെൽഫ് സർവീസ് ആയിട്ട് നിങ്ങൾക്ക് ആധാർ സീഡ് ചെയ്യാൻ പറ്റും ബാങ്ക് അക്കൗണ്ടായിട്ട്. ആ ഒരു എനേബിൾ ചെയ്യുന്ന ഓപ്ഷനെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കുട്ടി പേജ് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് റൺ ചെയ്യുന്ന ഒരു സ്മോൾ ബിസിനസ്സാണ്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഇയറിങ്സും ചെയിൻസും അതുപോലെ ബ്രേസ്ലെറ്റ്സും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അവരുടെ പേജ് ഞാൻ അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല ആക്സസറീസും അവരുടെ കയ്യിലുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യണേ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ NPCI പോർട്ടൽ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു കൺസ്യൂമർ ടാബിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ അടിയിൽ റൈറ്റ് സൈഡിലായിട്ട് ഭാരത് ആധാർ സീഡിംഗ് എനേബിളർ ബേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം 4 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ചെക്ക് സർവീസ് സ്റ്റാറ്റസ്, ആധാർ മാപ്ഡ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ റിക്വസ്റ്റ് ഫോർ ആധാർ സീഡിങ്ങും നമുക്ക് കാണാം. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്ന ടേബിൾസ് ആണ് വരിക. അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ സീഡിങ് ആണോ സീഡിങ് ആണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അതിൽ സീഡിങ് പ്രത്യേകം കൊടുത്തോളൂ, എന്നാലാണ് സീഡ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ആധാർ IDയും അതുപോലെ അക്കൗണ്ട് നമ്പറും ബാങ്കും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീഡിങ് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റും. സീഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സീഡ് ചെയ്തതിനെ സീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആധാർ ബാങ്ക് അക്കൗണ്ടായിട്ട് സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീഡിങ് എന്നുള്ള ഓപ്ഷൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി ഓരോ സ്കോളർഷിപ്സും അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്സ് ആകുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ സ്കോളർഷിപ്സും എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള ഫുൾ വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം.